ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഹോട്ടലിൽ പരിശോധന നടത്തിയ ദമ്പതികൾ പോലീസിന്റെ പിടിയിൽ. ഗുഡല്ലൂർ ആമ്പക്കുളം സുബൈദ, ഭർത്താവ് ധർമ്മരാജൻ എന്നിവരെയാണ് SI തോമസ് കുട്ടി ജോസഫ് കസ്റ്റഡിയിലെടുത്തത്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിലാണ് സംഭവം. ഉടമ അത്തിമണ്ടിൽ ഷാനവാസിന് പരാതിയിലാണ് കേസെടുത്തത്. ഉദ്യോഗസ്ഥർ ചവഞ്ഞ് ഹോട്ടലിലെത്തിയ ദമ്പതികൾ ലൈസൻസ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. ലൈസൻസ് കാലാവധി തീരാറായെന്ന് പറഞ്ഞ് പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇന്നലെ ഉണ്ടാക്കിയ പപ്സ് മുറിച്ചു നോക്കി പഴയതെന്ന് പറഞ്ഞു. ഓരോ ഊണും ബിരിയാണിയും പാഴ്സൽ ആവശ്യപ്പെട്ടു. അലമാരയിലെ ഭക്ഷണ സാധനങ്ങൾ പാത്രത്തോടെ എടുത്ത് നിലത്തെറിഞ്ഞു. പാത്രം തകർന്ന് ചിതറി. ഭക്ഷണം കഴിക്കാനെത്തിയ മുൻ ഹോട്ടൽ ഉടമ തെയ്യത്തുംകാവിൽ മുനീറിന് ഇരുവരുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നി ഇടപെട്ടു. ഉടൻ സുബൈദ മുഷ്ടി ചുരുട്ടി മേശയിലിടിച്ച് 3 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് ഭീഷണി മുഴക്കി. മുനീറും വിട്ടുകൊടുത്തില്ല. തിരിച്ചറിയൽ രേഖ കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. രേഖ പരിശോധിച്ചപ്പോൾ പ്ലേസ്മെന്റ് സർവീസ് സ്ഥാപനത്തിലെ വീട്ടുജോലിക്കാരിയാണെന്ന് മനസ്സിലായി. നാട്ടുകാർ ചേർന്ന് ഇരുവരെയും തടഞ്ഞു വെച്ചു പോലീസിൽ വിവരം അറിയിച്ചു. ഒരു 12:45 സമയത്ത് രണ്ടാൾ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഉള്ളിൽ ഒരാളുള്ളത് കാരണം ഞാനവിടെ കൗണ്ടറിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇന്നെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ഓണർ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഫുഡ് മൂടി തുറന്നല്ലേ വെക്കുക. ഇതെന്താ തുറന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ സാറേ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടച്ചു വെക്കണം, മറ്റേതാക്കണം. അവിടെ ഇത് പറഞ്ഞിട്ട് തൈര് ഇങ്ങനെ വെക്കാൻ പാടില്ല, തൈര് കളിച്ച് പിന്നെ വന്നിട്ട് ഓരോരോ ലൈസൻസ് ചോദിച്ചു. നമ്മളിത് ഒറിജിനൽ ഹെൽത്തിൽ നിന്നുള്ള ആളുകളാണെന്നും പറഞ്ഞിട്ട് അനങ്ങിയാൽ പറയും 3 ലക്ഷം റുപ്യ ഫൈനാട്ടോ, 3 ലക്ഷം റുപ്യ ഫൈനാണ്. അന്ന് പണ്ട് സാറേ നമ്മളെല്ലാം ക്ലിയറാണ്, കുഴപ്പമില്ല, എല്ലാം റെഡിയാണ്. ഇതെല്ലാം നോക്കി എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എല്ലാം നടന്ന് ഓരോന്നിന് വന്നിട്ട് ഭയങ്കര നിർദ്ദേശങ്ങൾ. ലാസ്റ്റ് പറഞ്ഞു പിന്നെ എന്താ ഫുഡ് കഴിക്കാനുള്ളത് ചോദിച്ചു. ചോറുണ്ട്, ബിരിയാണി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു ബിരിയാണി ഒരു ചോറ് കൊടുക്കാൻ പറഞ്ഞു. ഒരാൾക്ക് ബീഫ് ഫ്രൈ വേണമെന്നാണ്. അത് എടുക്കുന്ന ഇടയിൽ പിന്നെ എണീറ്റ് നിന്നിട്ട് നൂൽപുട്ടിൻ്റെ റാക്ക് തുറന്നു നടക്കണ വന്നിട്ട് ഷൗട്ട് ചെയ്തു, എന്താ തുറന്നു നടക്കണത്? ഒരാൾ വന്നിട്ട് പപ്സ് എടുത്തിട്ട് പപ്സ് കട്ട് ചെയ്ത്, ഇതൊക്കെ ഫ്രഷ് പപ്സാ. ഇങ്ങനെ ഫുഡിൻ്റെ ആളുകൾ വന്നാണ്ട് പപ്സ് ഒന്നും എടുത്തുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കണ്ടൊന്നും ചെക്ക് ചെയ്യില്ല. അത് ഇനിയിപ്പം അലമാര ഡോറ് അടക്കാത്തതിൻ്റെ പേരിൽ ആ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ഒരു കസ്റ്റമർ എടുത്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാൻ പറഞ്ഞ പോരെ, എന്തിനടുത്ത് വലിച്ചെറിയുന്നത് ചോദിച്ചാണ്. അപ്പോൾ താൻ ആരാടാ അത് ചോദിക്കാനെന്നിട്ട് ആ കസ്റ്റമറോട് ചൂടായി. ഞാൻ പിന്നെ ഒരു ഓഫീസറല്ലേ നിലയ്ക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പെരുമാറിയത്. അപ്പോൾ ആ കസ്റ്റമർ എണീറ്റിട്ട് ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ ID കാർഡ് കാണിക്കുക പറയുമ്പം അവരെടുത്ത് ഗവൺമെൻറ് അംഗീകൃത ID കാർഡൊന്നുമില്ല, ഞങ്ങൾ ഹെൽത്തിൽ നിന്നാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ID കാർഡ് മാല മാത്രം തൂക്കിയിട്ടുണ്ട്. അതിൽ പിന്നെ നാട്ടുകാരെ ഇടപെട്ടുകൊണ്ട് അവരെ ചോദ്യം ചെയ്തപ്പം അവർക്ക് ഔദ്യോഗിക രേഖകളൊന്നുമില്ല. അങ്ങനെ നാട്ടുകാർ പിടിച്ച് പുറത്താക്കി പോലീസിനെ ഏൽപ്പിച്ച്. CPOമാരായ P. ദീപ, K. അജേഷ് എന്നിവർ ചേർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ആൾമാറാട്ടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.